എനിക്ക് പറ്റിയപ്പോ ഒരു മിസ്റ്റേക്ക് ആണ്. 10 മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നപ്പോ നിനക്ക് പ്രിപ്പയർ ചെയ്യായിരുന്നില്ലേ? 10 മണിക്കൂർ ഞാൻ 10 മിനിറ്റ് വേണ്ടി വെയിറ്റ് ചെയ്തേ. എന്നാ പൊക്കോ. എന്താ നിനക്ക് പെണ്ണ് കിട്ടാത്തെന്ന് അറിയാം. ഇപ്പോഴായാലും ഞങ്ങൾ ഓക്കെയാണ്. ഞങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ വരും. ഇങ്ങനെയാണെങ്കിൽ വലിയ കഥ ഇതുവരെ എന്ന സിനിമയുടെ പ്രൊമോയുടെ ഭാഗമായിട്ട് നിഖില വിമലും മേതിൽ ദേവികയുമൊക്കെ ഉൾപ്പെടുന്ന ഒരു ഇൻ്റർവ്യൂ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. ബിലീവ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ അജീഷ് എന്ന ഒരു പുതിയ ആങ്കറാണ് ഇത് ഹോസ്റ്റ് ചെയ്തത്. ഇത് ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ഇൻ്റർവ്യൂ ഹോസ്റ്റ് ചെയ്ത അനീഷ് എന്ന് പറയുന്ന പയ്യനെ ഇതിൽ പങ്കെടുത്ത് നിഖില ഉൾപ്പെടെയുള്ള മറ്റുള്ളവർ ആക്ഷേപിച്ചു, പരിഹസിച്ചു. പുതിയ ആങ്കർ ആണെന്ന യാതൊരു പരിഗണനയും കൊടുത്തില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും, ഈ ഇൻ്റർവ്യൂ മുഴുവനും കണ്ടാൽ മാത്രമേ നിഖില ഇതിൽ ഇത്രയും വിമർശനങ്ങൾ അർഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവർ തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ തോന്നുന്നു. നമുക്ക് ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വരാം. കഥ ഇന്ന് വരെ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇന്ന് നമ്മളോടൊപ്പം 4 പേരാണുള്ളത്. അരുൺ മോഹൻ, മേതിൽ ദേവിക മാം, നിഖില വിമൽ, ഹക്കീം ഷാ. വെൽക്കം. താങ്ക് യു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, കഥ ഇന്ന് വരെ നാളെ എന്ത് കഥ? നാളത്തെ ഇന്ന് വരെ ഉള്ളൂ. ഇന്നുകൊണ്ട് പേര് ആരാ ഈ ഒരു പേരിട്ട കഥ ഇന്ന് വരെ? കാരണം അത് ഭയങ്കര പുള്ളി പുറത്തുണ്ട്, വിളിക്കാൻ. കാരണം ഇതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ട് എനിക്ക് തോന്നി, കഥ ഇന്ന് വരെ. കാരണം ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നു നമുക്ക് പേര് കേൾക്കുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിരുന്നു ഈ പേര് കേട്ടപ്പോ? ഞങ്ങൾ അത്രയും ചിന്തിക്കാറില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം വന്നില്ല. എന്റെ പേര് അജീഷ്. അജീഷ് എന്റെ പേര് അജീഷ് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ ആലോചിച്ചത് അതാ. ഞങ്ങൾക്കിത് ഞങ്ങള് പാടായതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പം ഒരു പേരും സിനിമയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം വേണം. ഉണ്ട്. അപ്പൊ ഇത് ആരുടെങ്കിലും കഥ പറയുന്നോണ്ടാണോ കഥ ഇന്ന് വരെ എന്നുള്ളൊരു? സിനിമയാകുമ്പോ കഥയാണല്ലോ പറയുന്നത്. അപ്പൊ പിന്നെ പേരിന്റെ ആവശ്യമില്ലല്ലോ കഥ ഇന്ന് വരെ. കഥ വേണ്ടേ എന്ന് പറഞ്ഞല്ലോ. കുറച്ചുകൂടെ രസമായിരുന്നു. സെപ്റ്റംബർ 20 കഥ ഇന്ന് വരെ പോയി കാണുന്നതാണ്. സെപ്റ്റംബർ 20. സെപ്റ്റംബർ 20 ആ കഥ എന്താണെന്ന് അന്നേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ബേസിക്കലി ഒരു ഡാൻസർ ആണ്. ഇതില് ഡാൻസ് കളിച്ചിരുന്നു. എന്താ മാക്സിമം ഫണ്ണാക്കാൻ നോക്കി. ഫണ്ണിന്റെ അല്ല, എങ്കിലും നമ്മൾ ഒരു ഇങ്ങനെ ഒരു ഇത്ര വലിയൊരു ആർട്ടിസ്റ്റിനെ കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഒന്ന് സിനിമയിൽ പ്രയോഗിക്കേണ്ട. ഡാൻസ് കളിക്കാനല്ലോ. അല്ലെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം അല്ല ബുക്ക് ചെയ്തത്. പക്ഷെ ഞാൻ ട്രെയിലർ കണ്ടിരുന്നു ഞാൻ. അപ്പൊ എന്താ നിനക്ക് പെണ്ണ് കിട്ടാത്തെന്ന് അറിയാം. ഇപ്പോഴായാലും ഞങ്ങൾ ഓക്കെയാണ്. ഞങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ വരും. ഇങ്ങനെയാണെങ്കിൽ വലിയ പാടാ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇതിന്റെ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിമിന് തന്നെ നാഷണൽ അവാർഡ് കിട്ടി. അപ്പൊ ആ ഒരു ഡയറക്ടറിന്റെ സെക്കൻഡ് ഫിലിമാണ്. ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഫിലിമിൽ തന്നെ അവാർഡ് വാങ്ങിയ ഒരാള് സെക്കൻഡ് ഫിലിമിൽ നമ്മളെ വിളിച്ച്. അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സൈറ്റഡ് ആയിരുന്നു. അത്രേ ഉള്ളൂ. പറയും, നിങ്ങൾ കൂടെ പറയും. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ എന്നോട് കഥ പറഞ്ഞപ്പോഴേ പറഞ്ഞു നാഷണൽ അവാർഡ് ചാൻസ് ഉണ്ട്. എന്റെ വീട്ടിൽ നാഷണൽ അവാർഡ് ഉണ്ട്. ഈ പടത്തിൽ അഭിനയിച്ചാൽ എനിക്ക് നാഷണൽ അവാർഡിന് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം പുള്ളി പറഞ്ഞു എന്നോട് ഡയറക്ടർ അങ്ങനെയാ പറഞ്ഞേ. അതായത് എന്റെ വീട്ടിൽ ഒരെണ്ണമുണ്ട്, നിന്റെ വീട്ടിൽ ഒരെണ്ണം വേണമെങ്കിൽ വരാം. അല്ലെങ്കിലും നാഷണൽ അവാർഡ് കിട്ടി കഴിഞ്ഞിട്ടാണോ ഈ സിനിമയിലേക്ക് നിങ്ങളെ? പ്രസിഡന്റിന്റെ പതക്കം മേടിച്ച് കഴിഞ്ഞിട്ട് ഡയറക്ടർ ഞാനത് ലൊക്കേഷൻ ഒക്കെ എവിടെ നല്ല രസമുണ്ടല്ലോ, ഭംഗി. കുറെ സ്ഥലങ്ങളിലാണ് ലൊക്കേഷൻ. അതുകൊണ്ടല്ലേ ലൊക്കേഷൻ എന്ന് പറയുന്നത്. എങ്കിലും നമ്മൾ തുടങ്ങിയപ്പോ ഉണ്ടായിരുന്ന ആ എനർജി കുറച്ച് അതാ അജീഷിന്റെ ആണ് ആക്ച്വലി കുറഞ്ഞത്. പറയൂ. എന്ത് വൈകി പോയി. ഞാൻ സിനിമയിലേക്ക് വന്നത് കുറെ ലേറ്റ് ആയി. തോന്നിയില്ല.
തൊഴില അല്ലെങ്കിലും സിനിമ അജീഷ് ഫൺ ആക്കൂ. മോട്ടിവേഷൻ സ്വന്തം അമ്മ പോലും തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല പ്രായമുണ്ടല്ലോ, ഞങ്ങൾ തന്നോളാം. നിങ്ങൾ പ്രായമുള്ളവരെല്ലാവരും കുറച്ചും കൂടെ ഒന്ന് സ്മാർട്ട് ആയിട്ട് ചോദിക്കുക. അതായത് 10 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തില്ല. അതായത് എനിക്ക് പറ്റിയപ്പോ ഒരു മിസ്റ്റേക്ക് ആണ്. 10 മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നപ്പോ നിനക്ക് പ്രിപ്പയർ ചെയ്യായിരുന്നില്ലേ? എന്ത് ചെയ്യും? 10 മണിക്കൂർ ഞാൻ 10 മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. എന്നാ പൊക്കോ, കഴിഞ്ഞ് 11. ഇല്ല, അങ്ങനെ പറയില്ല. നിങ്ങളുടെ മറ്റു വിശേഷങ്ങൾ പറയൂ. ഈ സിനിമ അല്ലാതെ വീട്ടിലെല്ലാവർക്കും സുഖം, അമ്മയച്ഛനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഓണക്കാലമാണ്. ഇൻ്റർവ്യൂ കണ്ടാൽ മനസ്സിലാവും, ആ ആങ്കർ ഇൻട്രോ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇതിൽ ഭയങ്കര ചിരിയാണ്. മേതിൽ ദേവിക വെറുതെ കിടന്ന് ചിരിക്കുന്നുണ്ട്. ഇത് കാണുന്നവരൊക്കെ ചിന്തിക്കും, എന്താണ് ഇവരൊക്കെ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നതെന്ന്. അത് മാത്രവുമല്ല, ഇത് വളരെ വിയേർഡായിട്ട് കാണുമ്പോൾ തോന്നുന്നുമുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾക്ക് ഒന്നും അറിയില്ല. ഇങ്ങനെ ചിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. അതുപോലെ അതൊക്കെ കട്ട് ചെയ്തതാണ് ഇൻ്റർവ്യൂ അപ്ലോഡ് ചെയ്യാൻ നേരത്ത്. മാത്രമല്ല, ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഷോർട്ട് ക്ലിപ്പ് മാത്രമാണ് ഏറ്റവും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത്. നിഖില സംസാരിക്കുന്ന ഭാഗമാണ് വൈറലായത്. ഏറ്റവും വിമർശനങ്ങൾ വാങ്ങിയതും നിഖില തന്നെ. ഇൻ്റർവ്യൂ മുഴുവനും കാണാതെ, ഇതിൻ്റെ ബാക്ക് സ്റ്റോറിയൊക്കെ അറിയാതെ ഷോർട്ട് ക്ലിപ്സ് മാത്രം കാണുന്ന എല്ലാവരും നിഖിലയെ വിമർശിക്കും. ഈ ഷോർട്ട് ക്ലിപ്പ് കാണുന്നവർ എല്ലാവരും നിഖില ആങ്കറിനെ പുച്ഛിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനിയും കുറച്ച് വിവാദപരമായിട്ടുള്ള ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. കാരണം നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ട്രോള് വരും. നീ അല്ലേ ട്രോള് വേണമെന്ന് പറഞ്ഞു. ഈ പർട്ടിക്കുലർ 10 മിനിറ്റ് എന്റെ കയ്യിലുള്ള എന്നെ എല്ലാരും ഒന്ന് ട്രോൾ ചെയ്ത് ഇതൊന്ന് വിജയാക്കണം എന്ന് പറഞ്ഞ ആരാ? ഈ ചോദിക്കാൻ അതൊക്കെ കട്ട് ചെയ്തിട്ടാ. അല്ല, ഈ ചോദിക്കാൻ പോകുന്ന ചോദ്യം പ്രത്യേക തരം ചോദ്യമാണ്. അതുകൊണ്ട് ചിലപ്പോൾ രണ്ടുപേർക്കും അത് വള്ളിയാവാൻ ചാൻസ് ഉണ്ട്. അതേ കളിയാക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം സുഹൃത്തുക്കളെ, എനിക്കിത് കഴിഞ്ഞ രണ്ടാമത് ഒന്ന് പറയാൻ പറ്റാത്തോണ്ട് പറയാൻ. ഇതൊക്കെ ഇവൻ ചോദിച്ചു മേടിച്ചാണ്, ഇവന്റെ ആഗ്രഹമായിരുന്നു. അല്ല, നമ്മുടെ ഓഡിയൻസ് അറിയാം, ഫണ്ണാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലാതെ മസിൽ പിടിച്ചിട്ട് ഇന്ന് നമ്മളോടൊപ്പം. പക്ഷെ എന്താണെന്നറിയോ, എന്താ പ്രശ്നം എന്നറിയോ, ഞങ്ങള് കളിയാക്കാണെന്ന് വിചാരിക്കും. അത് അതിനെ ഞങ്ങൾ കാണുന്നവര് മനസ്സിലാക്കണം, ഞാനിത് എന്റെ ക്യാരക്ടറാണ്. ഐ മീൻ റിയൽ ക്യാരക്ടർ അല്ല, ഞാൻ ഇന്റർവ്യൂവിൽ മാത്രം എടുക്കുന്ന ക്യാരക്ടറാണ് ഇത്. ഇവരോട് ഞാൻ ആദ്യമേ അനുവാദം ചോദിച്ചിട്ടാണ് ഇങ്ങനെ ചളി പറയുന്നത്. പിന്നെ അത് മാത്രല്ല, ബാക്കി പറ. സീരിയസ് ആയിട്ടൊക്കെ എനിക്ക് സംസാരിക്കാൻ അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ വരുമ്പോ ഞാൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അല്ല, എന്താ, നിങ്ങളെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു രീതിയിലാണ്, അല്ലാതെ മസിൽ പിടിച്ചിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ. ഇന്റർവ്യൂസ് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ചളി പറയുന്നത്. പിന്നെ അത് മാത്രല്ല, ബാക്കി പറ. സീരിയസ് ആയിട്ടൊക്കെ എനിക്ക് സംസാരിക്കാൻ അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ വരുമ്പോ ഞാൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അല്ല, എന്താ, നിങ്ങളെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു രീതിയിലാണ്, അല്ലാതെ മസിൽ പിടിച്ചിരിക്കുന്ന രീതിയിൽ കൊടുത്തത് ആ രീതിയിലുള്ള ഇന്റർവ്യൂസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം എന്താ, കൂടുതൽ സൗഹൃദപരമായിട്ടുള്ള ആ ഒരു സംഭവം ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ കാര്യം മനസ്സിലായി കാണും. ഇൻ്റർവ്യൂവിൻ്റെ ഇടയിലുള്ള പരിഹാസത്തിനോ പുച്ഛത്തിനോ നിഖില വിമലിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. നിഖിലയ്ക്ക് വന്നിട്ട് അതെന്തായാലും ആദ്യമേ അറിയാം. കാരണം ഇൻ്റർവ്യൂ പുറത്തു വന്ന സമയത്ത് എല്ലാവരും ഈ നിഖില വന്ന ആങ്കറിനെ പരിഹസിച്ചിട്ട് സിനിമാക്കാർക്ക് വലിയ അഹങ്കാരമോ എന്നൊക്കെ തോന്നുന്ന വിധത്തിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് ആളുകൾ വരും എന്ന് നിഖിലയ്ക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ നിഖില പറയുന്നത് ഇതിവൻ ചോദിച്ച് വാങ്ങിയതാണ്, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഇവൻ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെയാണ് നിഖില ഇതിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങളിത് ശ്രദ്ധിച്ച് കാണും. ഇപ്പോൾ സംഭവം വ്യക്തമായല്ലോ. ചിലരുടെ അഭിപ്രായം വന്നിട്ട് നിഖില സൂപ്പർ ആയിരുന്നു എന്നും ചിലർക്ക് പുള്ളിക്കാരി കുറച്ച് ഓവർ ആണെന്നും അഭിപ്രായമുണ്ട്. ചിലർ വന്നിട്ട് ഇത് വന്നിട്ട് ഒരു സിനിമ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് കെട്ടിച്ചമച്ചതാണെന്ന് അഭിപ്രായക്കാരും ഉണ്ട്. എന്തായാലും ഇതുപോലൊരു വൈറൽ വീഡിയോ കാണാനായിട്ട് ഇട വന്നപ്പോഴേക്കും ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ധാരാളം പേര് ഇത് കാണാനായിട്ട് ഇടയുണ്ട്. എന്നാൽ കുറേയധികം പേര് കാണാത്തവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പല പല സംഭവങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്നത്
ഒന്ന് അറിയാൻ കൂടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇനിയും പ്രധാനപ്പെട്ടതും രസകരവുമായിട്ടുള്ള ടോപ്പിക്സ് കൊണ്ട് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം.